എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. UAE പ്രമുഖ കമ്പനിയായിട്ടുള്ള എനോക്ക് അതായത് എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി, ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുണ്ട്. 3 പോസ്റ്റുകളിലേക്കായിട്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ അവൈലബിൾ ആണ്. എനോക്ക് എന്ന് പറയുമ്പോൾ ഇത് ഗവൺമെൻറ് കമ്പനിയാണ്, അതായത് ദുബായ് ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, ഓയിൽ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം എടുത്ത് പറയട്ടെ, തീർത്തും ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇൻ്റർവ്യൂ വെച്ച് നിങ്ങൾക്ക് സെലക്ഷനായി അങ്ങനെ പോകാനുള്ള വേക്കൻസി അല്ല. സീറ്റ് സെലക്ഷനിൽ പങ്കെടുത്ത് അതിൽ പാസ്സാവുന്നവർക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാകും, അതുവഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ UAEയിലുള്ള വ്യക്തികളാണെങ്കിലും നിലവിൽ നാട്ടിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കമ്പനി ഫ്രീ അക്കോമഡേഷൻ അവിടുത്തെ ജോലിക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏറ്റവും മികച്ച ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ശമ്പളം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു, ആനുവൽ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മാസത്തോളം നാട്ടിൽ ഫാമിലിക്കൊപ്പം ചിലവഴിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്, അതിൻ്റെ ഒരു ശബ്ദം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും, ക്ഷമ ചോദിക്കുന്നു. വേറെ നിവൃത്തിയൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ എനോക്ക് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളും പറയാം. കൂടാതെ സാലറി കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി എന്ന എനോക്ക് എന്ന ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. ഇവിടെ ചോദിച്ചുള്ള യോഗ്യത കാര്യങ്ങൾ ഇങ്ങനെയാണ്. 21-നും 45-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, അതായത് UAE ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റോ അല്ലെങ്കിൽ ഹെവിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. കൂടാതെ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ അറബിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ UAE ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 3 ആണ് ഉള്ളതെങ്കിൽ ഇവിടെ സാലറി വരുന്നത് ഏകദേശം 2500 UAE ദർഹം മുതൽ 4000 UAE ദർഹത്തിൻ്റെ ഉള്ളിലായിരിക്കും സാലറി ഉണ്ടാവുക. ഇനി UAE ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ട്രക്ക് മറ്റു ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി വരുന്നത് 3000 മുതൽ 5000 UAE ദർഹം വരെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റം വരും. UAE ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവർ ആയതുകൊണ്ട് മാത്രം ഇവിടെ അപേക്ഷിക്കാൻ പറ്റില്ല. മിനിമം 2 വർഷത്തെ UAE ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ വേക്കൻസി പ്രൊക്യൂർമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ പെട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു മേഖലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ പറഞ്ഞിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. 4000 UAE ദർഹം മുതൽ 7000 UAE ദർഹത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും സാലറി തീരുമാനിക്കുക. ഇൻ്റർവ്യൂ സമയത്തായിരിക്കും അത് കൺഫേം ചെയ്യുക. പ്രൊക്യൂർമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഫീമെയിൽസിനെയും മെയിൽസിനെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ഈ ഒരു ജോലിയിലേക്കായിട്ട് ചോദിച്ചിട്ടുള്ള യോഗ്യതകൾ ഇതൊക്കെയാണ്. അതായത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലൂബ്രിക്കൻസ് ബ്ലീഡിംഗ് പ്ലാന്റിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സാലറി വരുന്നത് 2000 മുതൽ 4000 UAE ദർഹം വരെ ആയിരിക്കും ഉണ്ടാവുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈവർ പോസ്റ്റിലേക്ക് UAE എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ബാക്കി പറഞ്ഞിട്ടുള്ള 2 പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇവിടെ അപേക്ഷിക്കാവുന്നതാണ്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്, അതായത് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. ഇതിനിടയിൽ ഏജൻസികൾ ആരും ഇന്ന് തന്നെയില്ല. ഡ്രൈവർ പോസ്റ്റിലേക്ക് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുള്ളൂ. ബാക്കിയുള്ള 2 പോസ്റ്റുകളിലേക്ക് പ്രൊക്യൂർമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ അതേപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ വിസയാണ്, ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. കൂടാതെ നിങ്ങൾക്ക് മികച്ച സാലറി ഉണ്ടായിരിക്കും, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം, ഇത് ദുബായ് ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. വർഷത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ കഴിയും. ടിക്കറ്റ് കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഇത് തീർത്തും ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. കമ്പനി അവരുടെ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വേക്കൻസിയാണ്. അവരുടെ സൈറ്റ് വഴിയാണ് ഇതിലേക്ക്
ജോലിക്ക് അപേക്ഷിക്കുന്നത് ഫ്രോഡോ അല്ലെങ്കിൽ ഫേക്ക് വേക്കൻസികളല്ല, 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ്. ഇതിനിടയിൽ മറ്റു തേർഡ് പാർട്ടി ഇല്ല, ഏജൻസികൾ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നത് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. എനോക്കിൻ്റെ ഒഫീഷ്യൽ കരിയർ സൈറ്റാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 പോസ്റ്റുകളും കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് യോഗ്യതയുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കിയ ശേഷം താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ജോലിക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കവർ ലെറ്റർ ആഡ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. ATS CV അല്ലാതെ നിങ്ങൾ ഒരു CVയും അപ്ലോഡ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അപ്പോൾ ATS ഫ്രണ്ട്ലി CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി CV ചെയ്തു തരുന്നതായിരിക്കും. ATS CV തന്നെ അത് ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. CV സെലക്ഷൻ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരികയുള്ളൂ. ഇൻ്റർവ്യൂ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CVയിൽ നമ്മുടെ ഏത് രാജ്യത്താണോ നിലവിലുള്ളത് ആ രാജ്യത്തിൻ്റെ കോഡ് വെച്ചിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ആ ഒരു നമ്പറിലായിരിക്കും അവർ CV സെലക്ഷനിൽ പാസ്സായി കഴിഞ്ഞാൽ വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ CVയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ IDയിലായിരിക്കും അവർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 മാർഗ്ഗമായിരിക്കും അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ആ 2 മാർഗ്ഗം കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ IDയും തന്നെ CVയിൽ കാണിക്കാൻ മറക്കരുത്. ഒരു കാര്യം കൂടെ എടുത്ത് പറയട്ടെ, ഒരു തവണ അയച്ചു എന്ന് കരുതിയിട്ട് ഈ ഒരു ജോലിക്കായിട്ട് പിന്നെയും അയക്കാതിരിക്കരുത്. ഈ ഒരു വീഡിയോ എല്ലാ കാലവും ഈ ഒരു യൂട്യൂബ് ചാനൽ കിടക്കും. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ആ ജോലി ഒഴിവ് നിലവിൽ സ്റ്റിൽ അവൈലബിൾ ആണെങ്കിൽ വീണ്ടും ആ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപേക്ഷിച്ചോളൂ. കാരണം ഒരു വട്ടം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഒരു തവണ നമ്മൾക്ക് ജോലി തീർച്ചയായിട്ടും ലഭിക്കും. ഈ ഒരു അവസരം പാഴാക്കരുത് യോഗ്യതയുള്ളവർ.